റോമാക്കാർ അവരുടെ ഭാഷയായ ഗ്രീക്കിൽ പുതിയ നിയമം എഴുതിയിട്ട് എന്നിട്ട് ഹീബ്രു മാത്രം അറിയാവുന്ന യഹൂദർ ക്രൈസ്തവരുടെ തലയിലേക്ക് കെട്ടിവെച്ചതാ. ബൈബിൾ തിരുത്തപ്പെട്ടതാണ് സുഹൃത്തുക്കളെ. ഈ പറയുന്നത് നിങ്ങളുടെ ചരിത്രത്തിലുള്ള തികഞ്ഞ അജ്ഞതയാണ് വെളിവാക്കുന്നത് കേട്ടോ. ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ. അല്പമെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെയാണ് ഹീബ്രു മാത്രം അറിയാവുന്ന ഒരു ജനതയുടെ മേലിലേക്ക് അവർക്കറിയത്തില്ലാത്ത മറ്റൊരു ഭാഷയിലുള്ള വേദഗ്രന്ഥം അടിച്ചേൽപ്പിക്കാൻ സാധിക്കുക? ഉദാഹരണത്തിന് ഹിന്ദി മാത്രം അറിയാവുന്ന വടക്കേ ഇന്ത്യക്കാരുടെ തലയിലേക്ക് മലയാളത്തിൽ എഴുതിയ ഒരു വേദഗ്രന്ഥം അടിച്ചേൽപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അവരത് സ്വീകരിക്കണമെങ്കിൽ എഴുതിയ ഭാഷ അവർക്ക് മനസ്സിലാകണം. ഇതുപോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത, ബുദ്ധിശക്തിയില്ലാത്ത, മസ്തിഷ്ക വളർച്ച എത്താത്ത നിങ്ങൾ ദാവാക്കാരോട് ഇതിനും പ്രത്യേകിച്ച് മറുപടി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്നറിയാം. എങ്കിലും ചിലർക്കെങ്കിലും ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യം, റോമാക്കാരുടെ ഭാഷ ഗ്രീക്ക് ആയിരുന്നില്ല, മറിച്ച് ലത്തീൻ ഭാഷയായിരുന്നു, ലാറ്റിൻ. ജൂലിയസ് സീസർ, ടാസിറ്റസ്, സിസറോ, വെർജിൽ തുടങ്ങിയ പ്രശസ്തരായിട്ടുള്ള റോമൻ എഴുത്തുകാരുടെ കൃതികളൊന്നും എടുത്ത് വായിച്ചു നോക്കാം. അവയൊന്നും ഗ്രീക്കിലല്ല, ലത്തീൻ ഭാഷയിലാണെന്ന് കാണാം. ഇന്നും റോമിലെ ഭാഷ ലത്തീൻ ഭാഷയാണ്. അതേസമയം ജോസഫസ്, അലക്സാണ്ട്രിയയിലെ ഫിലോ തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള യഹൂദ എഴുത്തുകാരുടെ കൃതികളെടുത്ത് പരിശോധിച്ചാൽ അവയെല്ലാം ഗ്രീക്ക് ഭാഷയിലാണെന്ന് മനസ്സിലാക്കാം. കാരണം അക്കാലത്ത് ലോകം മുഴുവൻ വ്യാപാരത്തിനും എഴുത്തിനും വേണ്ടി ഉപയോഗിച്ചിരുന്ന പൊതുഭാഷ ലിംഗ്വ ഫ്രാങ്ക ആയിരുന്നു ഗ്രീക്ക്, അല്ലാതെ അത് റോമാക്കാരുടെ ഭാഷയായിരുന്നില്ല. ഇനി രണ്ടാമതായിട്ട് യഹൂദരുടെ ഭാഷ ഹീബ്രു ആണെന്ന് പറയുമ്പോഴും അവർക്ക് മര്യാദയ്ക്ക് അറിയത്തില്ലാത്തൊരു ഭാഷയാണ് അത്. ഹീബ്രു ഒക്കെ ഏതോ കാലത്ത് അവർ മറന്നുപോയിരുന്നു. ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷം യഹൂദരുടെ ദൈനംദിന സംസാര ഭാഷയായി മാറിയത് ഹീബ്രു അല്ല, അരമായ ഭാഷയായിരുന്നു. ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിലാണെന്ന് കരുതി ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് സംസ്കൃതം മാത്രമേ അറിയൂ എന്ന് പറയുന്ന പോലെ ഒരു വിഡ്ഢിത്തരമാണത്. 1-ാം നൂറ്റാണ്ടോടെ യഹൂദന്മാർ ജൂദയ പ്രദേശത്ത് മാത്രമല്ല ജീവിച്ചിരുന്നത്, മറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ചിതറിപ്പാർത്തിരുന്നു. ഇതിനെയാണ് ജൂയിഷ് ഡയസ്പോറ എന്ന് വിളിക്കുന്നത്. ഈ പ്രവാസി യഹൂദർ അതത് പ്രദേശങ്ങളിൽ പല ഭാഷകൾ സംസാരിച്ചിരുന്നവരാണ്. അന്നത്തെ ആഗോള പൊതുഭാഷയായിട്ടുള്ള ലിംഗ്വ ഫ്രാങ്ക ഗ്രീക്കായിരുന്നു. അവർ അപ്പോൾ ഈ ഒരു ഭാഷയിലാണ് അവർ പരസ്പരം ആശയവിനിമയം നടത്തിയിരുന്നത്. ഇവർക്ക് വേണ്ടിയാണ് പഴയ നിയമങ്ങൾ പണ്ട് തന്നെ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിരുന്നത്. ഇതിലേക്ക് നമുക്ക് ഉടനെ തന്നെ തിരിച്ചു വരാം. പഴയ നിയമം ബൈബിൾ ഹീബ്രുവിൽ എഴുതപ്പെട്ടതാണെങ്കിലും 1-ാം നൂറ്റാണ്ടായപ്പോഴേക്കും അത് പണ്ഡിതന്മാരുടെ വായനയിലും ആരാധനാക്രമത്തിലും അല്ലെങ്കിൽ ലിറ്റർജിക്കൽ യൂസേജിലും മാത്രമായിട്ട് ഒതുങ്ങിപ്പോയിരുന്നു. നമ്മുടെ കുർബാന പണ്ട് സുറിയാനി ഭാഷയിലായിരുന്നത് പോലെയുള്ള അവസ്ഥയാണത്. ഗ്രീക്ക് ഭാഷ ഇവിടെ വരാൻ കാരണം റോമാക്കാരല്ല, മറിച്ച് BC 4-ാം നൂറ്റാണ്ടിൽ അലക്സാണ്ടർ ചക്രവർത്തി, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി നടത്തിയ പടയോട്ടങ്ങളാണ്. അദ്ദേഹത്തിന് ശേഷം ഈ പ്രദേശം ഭരിച്ചിരുന്ന ടോളമിമാരുടെയും സെലൂക്കിഡ് രാജാക്കന്മാരുടെയും കാലഘട്ടത്തിൽ യഹൂദർ സ്വന്തം ഭാഷ മറക്കുകയും ഗ്രീക്ക് സംസ്കാരവും ഭാഷയും സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് നമ്മുടെ നാട്ടിലെ ഇംഗ്ലീഷ് ഒരു കോമൺ ലാംഗ്വേജ് ആകാൻ കാരണം എന്താണ്? നമ്മൾ ബ്രിട്ടീഷുകാർ ഭരിച്ചത് കൊണ്ടാണ്. അങ്ങനെ ബ്രിട്ടീഷ് കോളനി ലോകമെമ്പാടും വ്യാപിച്ചത് കൊണ്ടാണ് ആ ഇംഗ്ലീഷ് ഭാഷയും സംസ്കാരവും ഒക്കെ ഈ ലോകവ്യാപകമാകുന്നത്. അതുപോലെ തന്നെ ഗ്രീക്ക് സാമ്രാജ്യം ലോകമെമ്പാടും വ്യാപിച്ചത് കൊണ്ടാണ് ഗ്രീക്ക് ഭാഷയും ഗ്രീക്ക് സംസ്കാരവും ലോകവ്യാപകമായി തീരുന്നത്. നമ്മുടെ ബാംഗ്ലൂരിൽ തന്നെ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഒട്ടേറെ മലയാളികളെ എനിക്കറിയാം. 2-3 തലമുറ കഴിയുമ്പോഴേക്കും അവരുടെ മലയാളം നമുക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ മാറിയിട്ടുണ്ടാവും. പലർക്കും എഴുതാനും വായിക്കാനും അറിയില്ല. ഇത് തന്നെയാണ് യഹൂദരുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. BC 6-ാം നൂറ്റാണ്ടിലെ ബാബിലോണിയൻ പ്രവാസത്തോടെ യഹൂദർ മാതൃരാജ്യത്തു നിന്ന് പുറത്താക്കപ്പെട്ടു. 50-70 വർഷങ്ങൾക്ക് ശേഷം പേർഷ്യൻ ഭരണകാലത്ത് അവർ തിരിച്ചെത്തിയപ്പോഴേക്കും അവരുടെ സംസാര ഭാഷ ഹീബ്രുവിൽ നിന്ന് അരമായ ഭാഷയിലേക്ക് മാറിയിരുന്നു. ഇതിനു ശേഷമാണ് അലക്സാണ്ടർ ചക്രവർത്തി വരുന്നത്. അതോടെ ഗ്രീക്ക് ഭരണമാണ്. പിന്നെ മക്കബായ വിപ്ലവത്തിലൂടെ കിട്ടിയ ചെറിയൊരു കാലത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം BC 1-ാം നൂറ്റാണ്ടിലാണ് റോമാക്കാർ വരുന്നത്. അതായത് പഴയ നിയമം പോലും റോമാക്കാർ വരുന്നതിന് മുൻപേ ഗ്രീക്കിലേക്കും അരമായ ഭാഷയിലുമൊക്കെ തർജ്ജമ ചെയ്യപ്പെട്ടിരുന്നു. ഗ്രീക്ക് തർജ്ജമയാണ് സെപ്തുജിന്റ്, അരമായ തർജ്ജമയാണ് താർഗും. ഈ താർഗും എന്നത് പഴയ നിയമ ഹീബ്രു വേദഗ്രന്ഥങ്ങളെ യഹൂദന്മാർ തങ്ങളുടെ സാധാരണ സംസാര ഭാഷയായ അരമായ ഭാഷയിലേക്ക് മാറ്റി എഴുതിയ വിവരണങ്ങളാണ്. സിനഗോഗുകളിൽ ഹീബ്രു വചനങ്ങൾ വായിച്ച ശേഷം അവ അരമായ ഭാഷയിൽ വിശദീകരിച്ച് നൽകുന്ന പതിവിൽ നിന്നുമാണ് ഈ താർഗുമുകൾ രൂപം കൊള്ളുന്നത്.
അവ വെറും പദാനുപദ വിവർത്തനങ്ങളായിരുന്നില്ല. പല താർഗുമുകളും സാധാരണ ജനങ്ങൾക്ക് അർത്ഥം വ്യക്തമാക്കാൻ യഹൂദ പണ്ഡിതന്മാർ നൽകുന്ന വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന വളരെ വിശദമായിട്ടുള്ള ട്രാൻസ്ലേഷനുകളായിരുന്നു.